ഇനി നമുക്ക് മറ്റത്തൂരിലേക്കാണ്. ഒരുപാട് കൂറുമാറ്റത്തിന് സാക്ഷ്യം വഹിച്ച മറ്റത്തൂരിലേക്ക് സൂരജ് സജി അവിടെ നിന്ന് ചേരുന്നു. പറയൂ സൂരജ്. നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് മറ്റത്തൂരിൽ തന്നെയായിരുന്നു. മറ്റത്തൂരിലെ 8 കോൺഗ്രസ് അംഗങ്ങൾ ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തങ്ങൾ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് സമർപ്പിക്കുന്നു. അതിന് പിന്നാലെ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ BJPയുമായി സഖ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരു വിമതയെ കൂടി കൂട്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ചു കയറുന്നു. തൊട്ടു പിന്നാലെ നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും അതേ പാറ്റേൺ തന്നെ പരീക്ഷിച്ച് വിജയിക്കുകയും ചെയ്തു. എന്തായാലും കോൺഗ്രസ് BJP സഖ്യത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്നത്. മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു ഈ അട്ടിമറി നടന്നത് എന്ന് DCC തന്നെ കണ്ടെത്തി. പിന്നീട് 2 പേർക്കെതിരെ മുതിർന്ന നേതാക്കളായിട്ടുള്ള TN ചന്ദ്രൻ, അതോടൊപ്പം തന്നെ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള ഷാഫി എന്നിവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ടും കാര്യങ്ങൾ അവസാനിച്ചില്ല. ഇന്നലെ രാത്രി വൈകി തൃശൂർ DCCയിൽ നടന്നത് മാരത്തൺ അച്ചടക്ക നടപടികളായിരുന്നു. അതായത് ഈ 8 വാർഡ് മെമ്പർമാരെ പുറത്താക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മറ്റത്തൂരിൽ 2 വിമതർ ജയിച്ചിരുന്നു. അവരും ഈ പാർട്ടിയിലേക്ക് മടങ്ങി വരാൻ സന്നദ്ധത അറിയിച്ചതോടുകൂടി അവരെയും ഈ തെരഞ്ഞെടുപ്പിന് തലേ ദിവസം പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് ഇന്നലെ രാത്രി അവരെ കൂടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ ഈ വിമതർ ഉൾപ്പെടെ 9 പേരാണ് ഇന്നലെ BJP പാളയത്തിലേക്ക് പോയത്. ഒരു വിമതൻ ഇടതു പാളയത്തിലേക്ക് പോവുകയും ചെയ്തു. LDFന് മേൽക്കോയ്മ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇടത് 15 വർഷമായി ഭരിച്ചിരുന്ന പഞ്ചായത്ത് LDFന് നഷ്ടപ്പെടുകയും ചെയ്തു. എന്തായാലും DCC ഇപ്പോൾ ഇതിൽ ഒരു കർശന നിലപാടിലേക്ക് കടക്കുന്നു. ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് മാത്രമല്ല, അവർക്കെതിരെ അയോഗ്യത കൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്, അയോഗ്യരാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിവേഗം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കോടതിയും സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 10 ദിവസത്തിനുള്ളിൽ സമീപിക്കണമെന്നാണ് ചട്ടം. അതുകൊണ്ട് തന്നെ നാളെ തന്നെ അത്തരം നടപടികളിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് DCC പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു അട്ടിമറി നടന്നത് ചൊവ്വന്നൂരിലാണ്. ചൊവ്വന്നൂരിൽ UDFന് 5 സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്. LDFന് 6 സീറ്റ്, SDPIക്ക് 2 സീറ്റ്, BJPക്ക് 1 സീറ്റ്. അവിടെ LDFന് അധികാരം പിടിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ SDPയുമായി ചേർന്നുകൊണ്ട് UDF അവിടെ ഒരു അട്ടിമറി നടത്തുന്നു. അങ്ങനെ 2 SDPI അംഗങ്ങളുടെ പിന്തുണയോടുകൂടി 7 വോട്ടിൽ UDFന്റെ നിതീഷ് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി ജയിക്കുന്നു. അതോടൊപ്പം തന്നെ വർഗീസ് ചൊവ്വന്നൂരിന്റെ ഭാര്യ സെബിറ്റ വർഗീസ് അവിടെ വൈസ് പ്രസിഡന്റായി ജയിക്കുന്നു. SDPI പിന്തുണയോടുകൂടിയാണ് ഇരുവരും ജയിച്ചതെന്ന് കണ്ടതോടുകൂടി പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് തന്നെ ഇടപെട്ടുകൊണ്ട് അടിയന്തരമായി ഇവരോട് രാജിവെക്കാൻ നിർദ്ദേശം നൽകി. പക്ഷേ അവരാകട്ടെ തങ്ങൾ രാജിവെക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്നു. ഇതോടുകൂടി രാത്രി ഇന്നലെ അവരെയും പുറത്താക്കി. ഈ യൂത്ത് കോൺഗ്രസ് നേതാവിനെ കുന്നംകുളത്ത് പോലീസുകാർ കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ചതിന്റെ നിയമപോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തയാളാണ് വർഗീസ് ചൊവ്വന്നൂർ. ആ വർഗീസ് ചൊവ്വന്നൂരിന് ഇപ്പോൾ തൃശൂർ DCC കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നു. തൃശൂർ DCC അംഗമാണ് നിലവിൽ വർഗീസ് ചൊവ്വന്നൂർ. ഈ നീക്കത്തിന് പിന്നിൽ, അതായത് SDPയുമായുള്ള സഹകരണത്തിന് പിന്നിൽ വർഗീസ് ചൊവ്വന്നൂരാണ് എന്ന സംശയമാണ് DCCക്കുള്ളത്. അതുകൊണ്ട് തന്നെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നു. അതിൽ തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും വർഗീസ് ചൊവ്വന്നൂരിനെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.